സർ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഇതേ വിഷയത്തിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഇതേ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നവരാണ് സർ ഇന്നിപ്പോൾ നമ്മുടെ പ്രതിപക്ഷം. സാർ, ആ അടിയന്തര പ്രമേയത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സമ്പൂർണ്ണമായിട്ടും ഏറിപ്പോയി. എന്നിട്ടും അതേ വിഷയവുമായി മുന്നോട്ട് വരാൻ തയ്യാറായ UDF-ന് നമ്മുടെ ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കാൻ യഥാർത്ഥത്തിലൊരു അവസരം കൂടി അവർ നൽകിയിരിക്കുകയാണ്. അതിന് ഞാൻ ആദ്യമായിട്ട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സാർ, ഇത്തവണത്തെ പ്രമേയത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകുന്നു, അതിന് അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതയുണ്ട് സാർ. പേരിനെങ്കിലും ഒരു വാക്യം കേന്ദ്രത്തിനെതിരെ പറയാൻ UDF തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രത്യേകത. സാർ, പേരിനെങ്കിലും കേന്ദ്രത്തെ വിമർശിക്കാൻ മനസ്സ് കാട്ടിയതിന് നമ്മളെല്ലാവരും എണീറ്റ് നിന്ന് UDF-ന് ആദരവ് അർപ്പിക്കണം എന്നാണ് സാർ എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്. സാർ, അതോടൊപ്പം ഈ പ്രമേയം നമുക്ക് ചില്ലിട്ട് വെക്കേണ്ടതുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇവർക്ക് വീണ്ടും BJP-ക്കെതിരായിട്ടുള്ള മിണ്ടാട്ടം മുട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. സാർ, സംസ്ഥാനം നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അടിയന്തര പ്രമേയത്തിൻ്റെ വിശദീകരണക്കുറിപ്പിലെ ആദ്യ വാചകം. സാർ, ആരാണ് സാർ ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി? അതേക്കുറിച്ചൊന്നും പ്രമേയ അവതാരകനായിട്ടുള്ള ശ്രീ ജോബിക്ക് പറയാനില്ല. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പിൻവാതിൽ ശ്രമങ്ങൾ നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തിയിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പ്രധാനമന്ത്രിയും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡിയും തമ്മിൽ നടത്തിയ പിന്നാമ്പുറം നീക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യമാണ്. 13-ാം ധനക്കമ്മീഷൻ കാലത്ത് 32% സംസ്ഥാന വിഹിതം. സാർ, 14-ാം ധനകാര്യ കമ്മീഷൻ ഇത് 42% ഉയർത്തുമെന്ന സ്ഥിതി വരുമ്പോഴാണ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം നികുതിയായും ഗ്രാൻറ്റുകളായും നമുക്ക് ലഭിക്കുന്നത് വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി തന്നെ പിൻവാതിൽ വഴി ഇടപെട്ടത്. സാർ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മോദി ആവശ്യപ്പെട്ടത് ഈ വിഹിതം 50% ആക്കണമെന്നായിരുന്നു. സാർ, എന്താണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിവിസിബിൾ പൂളിൽ വരുന്ന പണം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്നത് കേന്ദ്രത്തിൻ്റെ ഭരണഘടനാ ബാധ്യതയാണ്. സെസ്സുകളും സർചാർജുകളും ഒഴിച്ചുള്ള യൂണിയൻ സർക്കാർ നികുതികളെല്ലാം ഡിവിസിബിൾ പൂളിൽ നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിച്ചാൽ അതിലൊരു ഭാഗം സംസ്ഥാന സർക്കാരുകൾക്ക് വീതം വെക്കണം. അതിനെ മറികടക്കാൻ മോദി കണ്ട വഴി എന്താണ് സാർ? സെസ്സിൻ്റെയും സർചാർജിൻ്റെയും എണ്ണവും പിരിവും വർദ്ധിപ്പിക്കുക. അപ്പോഴത് സംസ്ഥാന സർക്കാരുകളുമായി പങ്കുവെക്കേണ്ട കാര്യമില്ല. സാർ, 2010-11 വർഷം യൂണിയൻ സർക്കാരിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 10% സാർ സെസ്സുകളും സർചാർജുകളും. 2022-23 GST കോമ്പൻസേഷൻ സെസ് മാറ്റി നിർത്തി തന്നെ 23-24% ഇത് കുതിച്ചുയർന്നു. ഉദാഹരണത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ എക്സൈസ് നികുതിക്ക് പകരം അഗ്രികൾച്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെസ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നത്. അന്താരാഷ്ട്ര എണ്ണവിലയിൽ വരുന്ന കുറവ് ജനങ്ങൾക്ക് വിലക്കുറവായി കൈമാറ്റം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അധിക നികുതി ഇനത്തിൽ സെസ്സായി ഈടാക്കി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതം നിഷേധിക്കുകയും ചെയ്യുന്നു. 23-24 ബഡ്ജറ്റ് കണക്കുകൾ പ്രകാരം 33,60,858 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന ആകെ നികുതി. സാർ, ഇതിൽ സെസ്സുകളും സർചാർജുകളും 23% എന്ന മിതമായ കണക്കെടുത്താൽ എത്ര രൂപ വരും സാർ? 7,73,000 കോടി രൂപ. 10% പാടുള്ളൂ എന്നതാണ് തത്വം. എന്ന് വെച്ചാൽ 4,37,000 കോടി രൂപയും കൂടി അധികമായി ഡിവിസിബിൾ പൂളിൽ കൂടുമായിരുന്നു. ഇതിൻ്റെ 41% സംസ്ഥാനങ്ങൾക്കുള്ളതാണല്ലോ സാർ. അതെത്ര വരും? 1,80,000 കോടി രൂപ. ഇതിൽ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ വിഭജന പ്രകാരം അങ്ങനെ നോക്കിയാൽ പോലും 1.9% കേരളത്തിന് കിട്ടണമല്ലോ സാർ. അതെത്ര വരും? 3,500 കോടി രൂപ. കേരളത്തിന് അർഹമായ ഈ പണം കിട്ടാതെ പോകുന്നതിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വേവലാതിയുണ്ടോ? അവിടെ വർത്തമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വേവലാതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ സാർ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സംസ്ഥാന വിഹിതം ഗണ്യമായി ഉയർത്തിയും കേന്ദ്ര സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുകയാണ്. സാർ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ 3 വിഭാഗങ്ങളാക്കി അവരിപ്പോൾ മാറ്റി സാർ. കോർ ഓഫ് കോർ പദ്ധതികൾ, കോർ പദ്ധതികൾ, ഓപ്ഷണൽ എങ്ങനെ 3 വിഭാഗങ്ങളായി. ആകെ 28 പദ്ധതികൾ സാർ. എന്നാൽ ഓരോ പദ്ധതിയുടെയും ഉപഘടകങ്ങൾ വേറെയുണ്ട്. ആകെ പദ്ധതികളിൽ 27% മാത്രമാണ് കോർ ഓഫ് കോർ വിഭാഗത്തിലുള്ളത്. ഇതിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പഴയ രീതിയിൽ തുടരുന്നത്. ബാക്കി 73% കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും സംസ്ഥാനങ്ങളുടെ വിഹിതം ഗണ്യമായി കൂട്ടി സാർ. ഇതിൻ്റെ ഫലമായി സംസ്ഥാനങ്ങൾക്കുള്ള അസൽ കേന്ദ്ര കൈമാറ്റം ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാന സർക്കാരുകളുടെ പരിമിതമായ വിഭവം കേന്ദ്രം ആവിഷ്കരിക്കുന്ന ഈ പദ്ധതികളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് സാർ എന്നുള്ളത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പും
ധനക്കൈമാറ്റവുമെല്ലാം സംസ്ഥാനങ്ങളുടെ അധികാരത്തിലും സ്വാതന്ത്ര്യത്തിലുമുള്ള നഗ്നമായ കടന്നുകയറ്റമായി മാറുകയും ചെയ്തു സാർ. സംസ്ഥാനങ്ങളോട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ പൊതുവിവേചനത്തിന് കെടുതികൾ കൂടാതെ ഏതാണ്ട് ഉപരോധം പോലുള്ള വിവേചനമാണ് കേരളം നേരിടുന്നത്. അതൊന്നും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനോ അടിയന്തര പ്രമേയ അവതാരകനോ പ്രശ്നമേ അല്ല. 2023-24 സാമ്പത്തിക വർഷം നവംബർ മാസം വരെയുള്ള CNAGയുടെ താൽക്കാലിക കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് സാർ. എത്രയാണ് കേരളത്തിൻ്റെ വിഹിതം, എത്രയാണ് UPയുടെ വിഹിതം? സാർ, ഉത്തർപ്രദേശിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 37% കേന്ദ്ര വിഹിതം. കേരളത്തിലേതോ 17.82%. ബീഹാറിന് സാർ 40% രാജസ്ഥാന് 32%, ഒഡീഷയ്ക്ക് 36%. സാർ, ഏറ്റവും കുറവ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. എന്തിനാണ് സാർ നാടിനോട് ഇങ്ങനെ പെരുമാറുന്നത്? നിയമപരമായി കടമെടുക്കാനുള്ള നമ്മുടെ അവകാശത്തിലും കേന്ദ്രം കത്തിവെച്ചു സാർ. 3% കടമെടുക്കാൻ നമുക്ക് എല്ലാം അധികാരമുണ്ട്. വായ്പ 3% അധികരിക്കുന്നത് കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഒരുപോലെ ബാധകമാണല്ലോ. പക്ഷേ നടക്കുന്നത് അങ്ങനെയാണോ? നടപ്പ് വർഷം കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി 5.9% സംസ്ഥാനത്തിൻ്റെ ശരാശരി 2.9% അധികരിക്കില്ല. അവകാശപ്പെട്ട വായ്പ നാം എടുത്താലും ധനക്കമ്മി 3% അധികരിക്കില്ല. പിന്നെന്തിന് നമുക്കെതിരെ മാത്രം ഈ നിയന്ത്രണം? 23-22 43,000 കോടി രൂപ വായ്പ എടുത്ത സംസ്ഥാനത്തിന് 22-23 22,000 കോടി രൂപ വായ്പ എടുക്കാനേ അനുവാദം ലഭിച്ചുള്ളൂ. നടപ്പ് വർഷം അതിലും കുറവായിരിക്കും സാർ. ഇത് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ത്യയിലെ സംസ്ഥാനം തന്നെയാണ് സാർ കേരളം. എന്തുകൊണ്ടാണ് ഭരണഘടനാപരമായും നിയമപരമായും നമുക്കുള്ള അവകാശങ്ങൾ കേന്ദ്രം നഗ്നമായി നിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കെതിരെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിനിരയാകുന്നവർ CPM-കാർ മാത്രമോ ഇടതുപക്ഷക്കാർ മാത്രമോ അല്ലല്ലോ സാർ. LDF-കാരും UDF-കാരും BJP-കാരും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും അടങ്ങുന്ന കേരള ജനത ഒന്നടങ്കമല്ലേ സാർ അതിന് ദുരിതം പേറേണ്ടി വരുന്നത്? ആ നയത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ എന്തുകൊണ്ടാണ് സാർ UDF-കാരുടെ ശബ്ദം ഉയരാത്തത്? നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ടെന്നും IGST പിരിവ് കാര്യക്ഷമമല്ലെന്നുമാണ് അടുത്ത ആരോപണം. സാർ അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് സാർ തോന്നുന്നത്. 2017 മാർച്ച് 17 നിയമസഭയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്ന് തന്നെ ധനമന്ത്രി വ്യക്തമായി മറുപടി പറഞ്ഞതാണ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, എൽദോസ് കുന്നപ്പള്ളിൽ, സജീവ് ജോസഫ് എന്നിവർ ചോദിച്ചാണ് ചോദ്യം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം 483. നിങ്ങൾ ചോദ്യം ചോദിക്കുകയുള്ളൂ സാർ. മറുപടി വായിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലേ? എല്ലാം പഠിച്ചു പറയുന്ന ഒരാളാണ് സാർ നിങ്ങൾ നയിക്കുന്നത്. ഇതൊന്നും പഠിക്കാൻ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് IGST എന്ന് ധനമന്ത്രി ആ മറുപടിയിൽ വിശദീകരിച്ചത് വായിച്ചിരുന്നെങ്കിൽ ഈ വിഡ്ഢിത്തരം വിളമ്പുമായിരുന്നില്ല. ചരക്കുകളുടെയോ സേവനത്തിൻ്റെയോ അന്തർ സംസ്ഥാന വിതരണത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് IGST. നികുതി കൊടുക്കുന്നയാൾ ഫയൽ ചെയ്യുന്ന റിട്ടേണിന്മേൽ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതാണ് IGST സെറ്റിൽമെൻറ്റ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല. നിലവിലുള്ള നികുതി നിയമം അനുസരിച്ച് IGST സെറ്റിൽമെൻറ്റ് സുഗമമായി നടക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിന് എല്ലാ മാസവും മുടങ്ങാതെ IGST വിഹിതം കിട്ടുന്നുണ്ടെന്നും ധനമന്ത്രി ആ മറുപടിയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇതേവരെ കിട്ടിയ കണക്കും പറഞ്ഞു. ഈ ധനകാര്യ വർഷം ഇതുവരെ കിട്ടിയത് 15,610 കോടി രൂപയാണ്. 2019-20 10,619.71 കോടി രൂപയായിരുന്നു. 2020-21 10,938.18 കോടി രൂപയായിരുന്നു. 2021-22 14,098.27 കോടി രൂപയായിരുന്നു. സാർ, GST സോഫ്റ്റ്വെയർ വഴി ഓട്ടോമാറ്റിക്കായി നടക്കുന്ന ട്രാൻസാക്ഷനാണിത്. ഇതിലെവിടെയാണ് സംസ്ഥാനത്തിന് റോൾ സാർ? കൂടുതൽ കിട്ടാനുണ്ടെന്ന് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വാദിക്കാൻ കഴിയുക? GSTയെക്കുറിച്ച് പ്രാഥമികമായ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു അസംബന്ധം ഈ ഫ്ലോറിൽ എഴുന്നള്ളിക്കുമോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് IGST ട്രാൻസാക്ഷൻ നടക്കുന്നത്? കൂടുതൽ കിട്ടാനുണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ സർക്കാർ വാദിക്കുന്നത്? എങ്ങനെയാണ് അവർ തങ്ങളുടെ അവകാശവാദം സാധൂകരിക്കുന്നത്? അങ്ങനെ വാദിച്ച് എത്ര കോടി രൂപയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരുകൾ IGSTയിലെ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ച് വാങ്ങിയത്? അത് ചൂണ്ടിക്കാണിച്ച് ആ രീതി ഇവിടെയും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കേൾക്കാൻ ഒരു അന്തസ്സുണ്ട് സാർ. അതിനെക്കുറിച്ച് IGSTയെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ഇത്തരം അസംബന്ധം നിയമസഭയിൽ വെച്ച് അലക്കുന്നത് ശരിയാണോ എന്നത് നിശ്ചയമായിട്ടും നിങ്ങൾ പരിശോധിക്കണമെന്നാണ് സാർ പറയാനുള്ളത്. സാർ, സംസ്ഥാനത്തെ നികുതി പിരിവ് കാര്യക്ഷമമായി തന്നെയാണ് നടക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും സാർ. കേന്ദ്രത്തിൻ്റെ പകയും പ്രതികാരവും മുടിയേറി ചാടുന്നത് മൂലമുണ്ടാകുന്ന കെടുതികളെ പരമാവധി ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സംസ്ഥാനത്തെ നികുതി പിരിവ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സാർ നികുതി പിരിവിൽ ഈ വർധനയുണ്ടാകുന്നത്. അതിന് നമ്മുടെ ടാക്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. ആ മാന്യത അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അവരെ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് ആക്ഷേപിക്കാതിരിക്കാനുള്ള വകതിരിവെങ്കിലും നിങ്ങൾ ദയവായി കാണിക്കണം സാർ. കേരളത്തിൻ്റെ ഒരു പൊതു സംസ്കാരം നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളം കുടിശ്ശിക പിരിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ആഖ്യാനമാണ്. കേരളം രൂപീകൃതമായതു മുതൽ പല ഇനങ്ങളിലുള്ള സഞ്ചിതമായ കുടിശ്ശിക ഇപ്പോൾ പിരിച്ച് കേരളത്തിന്റെ ധന അസന്തുലിതാവസ്ഥ പരിഹരിക്കാമെന്നതാണ് ഈ കൂട്ടരുടെ വാദം. സാർ, ഇനിയും ധാരാളം പറയാനുണ്ട് സാർ. സമയമായി.
സർ, കേരളത്തോട് ശത്രുതാപരമായി വിയോജനം കാട്ടുന്ന കേന്ദ്ര സർക്കാരിനെ രക്ഷിക്കുന്നതിനുള്ള ഉപായം മാത്രമാണ് സർ ഇവർ നടത്തുന്നത്. കേന്ദ്രത്തിലെ നിലപാടിനെതിരെ നടക്കുന്നതായിട്ടുള്ള പോരാട്ടത്തിൽ സമരത്തിൽ അണിചേരുക എന്നുള്ളതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ.